കാലവർഷം എത്തും മുന്നേ തന്നെ കനത്ത മഴ പെയ്യുകയാണ്. വേനൽ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി ഡാമുകളുണ്ട്. ഈ ഡാമുകളിലൊക്കെ ജലനിരപ്പ് കൂടിയിട്ടുണ്ടോ, ഡാം തുറക്കുമോ, ഷട്ടർ തുറക്കുമോ എന്നൊക്കെയുള്ളതാണ് എല്ലാവരുടെയും പേടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ഡാമിലും നിലവിലെ ജലനിരപ്പ് എത്രത്തോളം എത്തിയിട്ടുണ്ട് നമ്മൾ പരിശോധിക്കുകയാണ്. ആദ്യം ഇടുക്കിയിൽ മലങ്കര ഡാമിൽ 40.82 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് മലങ്കര ഡാമിൻ്റെത്. ഇനി കല്ലട ഡാമിലേക്ക് കൊല്ലത്ത് വരികയാണെങ്കിൽ 97.40 മീറ്ററാണ് കല്ലട ഡാമിൽ നിലവിലെ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. ഭൂതത്താൻ കെട്ട് നോക്കൂ, 32.10 മീറ്ററാണ് ഭൂതത്താൻ കെട്ടിലെ ജലനിരപ്പ്. ഇനി തൃശ്ശൂരിൽ PC ഡാമിലേക്ക് നമ്മൾ എത്തുകയാണ്. 66.75 മീറ്ററാണ് ഇപ്പോൾ ഡാമിലുള്ള വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. മണിയാർ ഡാമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 34.2 മീറ്ററാണ് വെള്ളത്തിന്റെ അളവ്. ഒപ്പം നെയ്യാർ തിരുവനന്തപുരത്ത് 71.18 മീറ്ററാണ് നിലവിലുള്ള ഡാമിലെ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. അതായത് എല്ലാ ഡാമുകളിലും തന്നെ നിലവിലിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല, ആശങ്കയില്ല എന്നുള്ളത് മാത്രമല്ല, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ ഇടുക്കി ഡാമിലൊക്കെ നിലവിൽ വൃഷ്ടിപ്രദേശത്തൊന്നും കാര്യമായ മഴ ലഭിക്കുന്നില്ല, നീരൊഴുക്കുണ്ടാകുന്നില്ല ഡാമിൽ. അതുകൊണ്ട് തന്നെ ലഭിക്കേണ്ട, അതായത് വേണ്ടുന്ന നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിക്കാൻ ആവശ്യമായ വെള്ളം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചില ഡാമുകളിലൊക്കെ ഈ പറയും പോലെ ജലനിരപ്പ് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ജലനിരപ്പ് കൂടുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഷട്ടർ തുറക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിൽ നമ്മുടെ ഡാമുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.